കണ്ണൂർ അയ്യൻകുന്ന് പാലത്തും കടവിൽ കടുവയെ പിടികൂടി. വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ വീണത്. കഴിഞ്ഞ ദിവസം ഈ പ്രദേശത്തെ പശുക്കളെ കടുവ പിടിച്ചിരുന്നു. വിജീഷ് ഗോവിന്ദൻ ചേരുകയാണ് വിവരങ്ങളുമായി. വിജീഷ്, എപ്പോഴാണ് കടുവ കൂട്ടിലായത്? നാട്ടുകാർക്കൊക്കെ ആശ്വാസമായി കാണുമല്ലേ? മഹേഷ്, അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള വിവരം നാട്ടുകാർക്കുണ്ടായിരുന്നു. അതിനിടെ ഇന്നലെയാണ് രൂപേഷ് രാഘവൻ 4 പശുക്കളെ പിടിച്ചെടുക്കുന്നതിന്റെ വലിയ തരത്തിലുള്ള ഭീതിയിലേക്ക് മാറിയിരുന്നു. അത് കഴിഞ്ഞ് ഇന്നലെ രാത്രിയോടുകൂടി വനംവകുപ്പ് അവിടെ കൂട് സ്ഥാപിക്കുമായിരുന്നു. ഈ കൂട്ടിലാണ് കടുവ വീണത്. ഇന്നലെ രാത്രിയോടുകൂടി വീണു എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്നത്. ആൺകൾ കൂട്ടിൽ കുടുങ്ങിയത്. അതിനെ രാത്രി തന്നെ വയനാട് കുപ്പാടിയിലുള്ള കടുവാ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. മുൻപ് പ്രദേശത്ത് കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. അന്ന് വനം വകുപ്പിനെ അറിയിച്ചിരുന്നെങ്കിലും വനം വകുപ്പ് അതിനകത്ത് കാര്യക്ഷമമായ രൂപത്തിൽ ഇടപെട്ടിരുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. ഇന്നലെ ഈ 4 പശുക്കളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന പശുക്കളെയാണ് ഇന്നലെ കടുവ പിടിച്ചത്. അതിനെ തുടർന്ന് പ്രദേശവാസികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം മേഖല ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് വനം വകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിക്കുന്നതിന് തീരുമാനമെടുക്കുകയും കൂടി കൂട് സ്ഥാപിച്ച് അത് കഴിഞ്ഞ് രാത്രി വൈകി കടുവ കൂട്ടിൽ കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത്. മഹേഷ്.